ആദ്യത്തെ ദിവസത്തെ ഒരു സ്റ്റാർട്ടിൽ തന്നെ നമുക്കത് ആദ്യം കാണുന്ന വളരെ കുറച്ച് ആൾക്കാരാണ്. ആ ആൾക്കാരിൽ കാണുന്നതിന് നെഗറ്റീവ് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല. പക്ഷേ ഈ ഏറ്റവും കുറച്ച് കണ്ട ആൾക്കാർ പോലും ഓരോരുത്തരും അവരുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഇട്ട് അത് ഷെയർ ചെയ്തുകൊണ്ടാണ് പടം ഭയങ്കര വിജയവും. അതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ കണ്ടതിനേക്കാൾ 3-4 ഇരട്ടി ആൾക്കാരാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ ഇന്നും അതുപോലെ ബുക്കിംഗ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്റർ ഷോസ് കൂടിയിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് 170 തിയേറ്ററിലാണ് ചാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് 160-170 തിയേറ്ററിലോട്ടും ഈ പറഞ്ഞ എക്സ്ട്രാ ഷോസിലോട്ടും സിനിമ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിത് ഇപ്പോൾ അത് പറയാം, ഇല്ലെങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. നമുക്ക് ഞാൻ ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഞാൻ 10 വർഷമായി സിനിമയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 6-7 സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊരിക്കും ഒരു സിനിമയും നമ്മൾ പൈസ കൊടുത്ത് പോസിറ്റീവ് റിവ്യൂ ചെയ്യിപ്പിച്ച് ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ കൊണ്ട് റിവ്യൂ ചെയ്യിച്ചിട്ട് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. എന്നോട് ആരും ചോദിച്ചിട്ടില്ല, ഇതുവരെയും ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരാൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ അടുത്ത് ഒരു റിവ്യൂവർ നമ്മളോട് ചോദിക്കാനോ കാശ് തന്നില്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാനും, ഞങ്ങൾ തരില്ല, കാശ് കൊടുത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും. അവരാണോ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ആലോചിച്ചു. നമ്മൾ രണ്ടാമത് അവരെ കണ്ടുപിടിച്ചു, അവരെന്നാണ് മനസ്സിലായി. ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു. അവർക്കെതിരെ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ACP രാജ്കുമാർ സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തു. പുള്ളിക്കാരൻ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കെതിരെ കോടതിയിൽ നമ്മൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഹൈദരാബാദിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഒരു പ്രൊഡക്ഷൻസ് അവിടെ നിന്നാണല്ലോ. അപ്പം നമ്മൾ സിനിമയെ ഇഷ്ടമാണെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതല്ലല്ലോ, നമ്മൾ സിനിമയ്ക്ക് കാശ് തന്നില്ലെങ്കിൽ നിങ്ങൾ സിനിമയെ ഞങ്ങൾ നശിപ്പിക്കും എന്ന് പറയുന്നൊരു സാധനം. നമ്മളൊരു സിനിമ ഉണ്ടാക്കാൻ ആത്യന്തികമായിട്ട് വേണ്ടത് അതിൻ്റെ സ്ക്രിപ്റ്റും അതിനുവേണ്ടിയുള്ള ഫണ്ടും അതിനുവേണ്ടിയുള്ള ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും പിന്നെ അത് തിയേറ്ററിലെത്തിക്കാനുള്ള ശ്രമങ്ങളും അത് കഴിഞ്ഞിട്ട് അത് ഏറ്റെടുക്കുന്ന ഓഡിയൻസുമാണ് വേണ്ടത്. ഇതിനിടയിൽ ഒരു ഇടനിലക്കാരൻ്റെയോ ഇല്ലെങ്കിൽ ഇതിനിടയിൽ നമുക്ക് സിനിമ കൊള്ളാമെന്ന് ഫേക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളൊരു രീതിയിലും ഫേക്ക് പ്രൊമോഷനോ അങ്ങനത്തെ ഒരു പരിപാടിയും ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പം ഇതുവരെയും എന്നോടൊരു യൂട്യൂബറോ ഒരു റിവ്യൂവറും വേറൊരാളും പൈസ തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ കൊടുത്തിട്ടുമില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ സിനിമ കണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് കാശ് കളയേണ്ട കാര്യമില്ല. നമ്മളത് വിശ്വസിക്കുന്നു. ഇപ്പോൾ കണ്ടന്റ് സ്ട്രോങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫേക്ക് പ്രൊമോഷൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് വെയിറ്റ് ചെയ്തത്. പക്ഷേ FFKയുടെയും പ്രൊഡ്യൂസേഷനും ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അയാളിനി വിളിക്കുകയാണെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോൾ റെക്കോർഡ് ചെയ്തു. അത് തെളിവ് സഹിതം എടുത്ത് ഞങ്ങൾ FFKയിലും ഉണ്ണികൃഷ്ണ സാറിനും B രാകേഷിനും മോഹിതു ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. കോടതിയിൽ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അവർ പ്രൊഡ്യൂസർ അസോസിയേഷനും FFKയും അതിൽ കക്ഷി ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ സിനിമ 2-3 ആഴ്ചയോടെ ഫെയ്ഡ് ആവും. അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ വരും. അപ്പോൾ ഇനി വരുന്ന സിനിമകൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മാസീവായിട്ടുള്ളൊരു പ്രോഗ്രാം FFKയും പ്രൊഡ്യൂസർ അസോസിയേഷൻ ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ, നമ്മളിപ്പം ഒരു റിവ്യൂവർ എന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നെ പലരെയും കോൺസെൻട്രേറ്റ് ചെയ്ത് പല പേരുകൾ പറയും. അതെല്ലാവർക്കും അവർക്കെല്ലാം പേര് ദോഷം വരും. ഇപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അയാളുടെ പേര് പറയാം. വിജിത്ത് വിജയ് എന്നാണ് അയാളുടെ പേര്. സിനിഫൈൽ എന്നുള്ള ഗ്രൂപ്പാണ് അവർ ചെയ്യുന്നത്. വിജിത്ത് വിജയൻ സിനിഫൈൽ എന്നുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ സ്ഥിരം ചെയ്യുന്നത് ഞങ്ങളൊരു കഴിഞ്ഞ 6 മാസമായിട്ടുള്ള നമ്മുടെ ശ്രമമാണ്. ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വാഴ സിനിമ ഇറങ്ങുമ്പോൾ ഇതേ സംഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല, കോൾ റെക്കോർഡൊന്നും വെച്ചില്ല, നമ്മളത് വിട്ടു. അതിനും നെഗറ്റീവ് ഇതുപോലെ ഉണ്ടായി. ആ സിനിമയിൽ ഒരു നെഗറ്റീവും പറയാനുണ്ടായിരുന്നില്ല ആദ്യം. അതിനകത്ത് ഒരാളുടെ അഭിനയം ആരോ കൊള്ളില്ലെന്ന് 2 പേര് പറഞ്ഞപ്പോൾ തന്നെ അതിനെ ക്യാമ്പയിൻ പോലെ സ്പ്രെഡ് ചെയ്ത് അത് വെച്ചിട്ട് അത് മുതലെടുക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ സിനിമ അപ്പോഴത്തേക്ക് ഹിറ്റായി കഴിഞ്ഞു. സിനിമ പോയി കഴിഞ്ഞിട്ടും അയാൾക്കെതിരെ ആ ആർട്ടിസ്റ്റിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു, അമിത് മോഹൻ എന്നുള്ള ആർട്ടിസ്റ്റിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അപ്പോഴാണ് നമ്മൾ നോട്ടീസ് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത്, അതൊരു പുതുമുഖ നടനെതിരെ. അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ നടക്കുന്നതും അങ്ങനെ അതിൻ്റെ പുറകെ നമ്മൾ സംസാരിക്കുന്നതും ആളെ കണ്ടുപിടിക്കുന്നതും. അത് പിന്നെ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. സിനിമ പോയി കഴിഞ്ഞു. സിനിമ കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സിനിമ വരുമ്പോൾ നമ്മൾ നോക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. കറക്റ്റ് അയാൾ നമ്മളെ കോർഡിനേറ്റേഴ്സിനെ വിളിക്കുകയും കാശ് ആവശ്യപ്പെടുകയും അപ്പോൾ നമ്മൾ തിരിച്ച് വിളിക്കാമെന്ന് പറയും. രണ്ടാമത് തിരിച്ച് വിളിച്ചിട്ട് കാശില്ല, ചെറിയ സിനിമയാണ്, കാശ് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ റിവ്യൂസിന് കാശ് കൊടുക്കുന്നില്ലെന്ന് പറയും. നോക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി നെഗറ്റീവ് സ്പ്രെഡുകൾ പല ഗ്രൂപ്പുകളിൽ നിന്നും ഫേക്ക് പ്രൊഫൈലിൽ നിന്നും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരിട്ട് പുള്ളിയെ വിളിച്ചു, ഞങ്ങൾ കാശ് തരാത്തോണ്ടാണ് ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തെളിവ് സ്ഥലത്ത് പറയുമ്പോൾ പുള്ളി ദേഷ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ കോൾ റെക്കോർഡ്സ് നമ്മൾ എടുത്തു വെച്ചു. ഇത് 2 വട്ടമാണ് നമ്മൾ കോടതിയിലും പോലീസിലും കേസ് ഫയൽ ചെയ്ത് FFKയിലും അസോസിയേഷനിൽ അറിയിച്ചിട്ട്. അപ്പം സിനിമ നമ്മൾ സ്ഥിരം പറഞ്ഞ് തേഞ്ഞ വാക്കാണ് ഇൻഡസ്ട്രി നശിപ്പിക്കുന്നത്. ഇൻഡസ്ട്രി നശിപ്പിക്കുകയല്ല, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യണം. സാധാരണക്കാരെ
ഓഡിയൻസിനെ, നിങ്ങൾക്കൊരു സിനിമ ഇഷ്ടമാണെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്നെങ്കിലും അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ ഈ സിനിമ കൊള്ളില്ല, അല്ലെങ്കിൽ ഇന്ന ആൾ കൊള്ളില്ല, ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാനോ ഒരു 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 കമ്പനിയെ ടാർഗറ്റ് ചെയ്യാനോ ഒരു സമൂഹത്തിലൊരു പ്രത്യേക വിഭാഗക്കാരെ ടാർഗറ്റ് ചെയ്യാനൊക്കെ ഇവരെ കൊണ്ടൊരു മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഒരു വലിയ വൈറസ് പോലെ പടരുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസോസിയേഷൻസ് തീരുമാനിച്ചിട്ട് നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇത് കേസിൻ്റെ വഴി നമുക്കത് അത് ഇന്നല്ല അതിൻ്റെ ആക്ടിവിറ്റി, കുറച്ച് സമയങ്ങൾ. അപ്പോൾ നമുക്ക് ഈ സിനിമയെ ബന്ധപ്പെട്ടല്ല അത് ചെയ്യുന്നത്. ഇനി വരുന്ന സിനിമകൾക്ക് ഇത് വരാതിരിക്കാനും അയാളുടെ പേര് എടുത്തു പറഞ്ഞത് മറ്റുള്ള കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുന്ന ഇത് വളരെ പ്രൊഫഷണലായിട്ട് സ്വീകരിക്കുന്നവർക്ക് കുറ്റം വരാതിരിക്കാൻ പ്രശ്നം പറയും. ഒരുപാട് ഗ്രൂപ്പുകളും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പല സിനിമയെ സംബന്ധിച്ച് സിനിമാ സ്നേഹികളുടെ ഗ്രൂപ്പുകളുണ്ട്. അവരൊക്കെ സിനിമ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യും. സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നവരുണ്ടാവും, അതിലൊന്നും വിഷയമില്ല. പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയും, സിനിമയിൽ അഭിനയിക്കുന്നവരെ മോശം പറയുക, ഇല്ലെങ്കിൽ അതിലെ ടെക്നീഷ്യൻസിനെ മോശം പറയുക, അവർക്കെതിരെ ക്യാമ്പയിൻ നടത്തുക എന്ന് പറയുന്ന പരിപാടി അത് കാശ് കൊടുക്കാത്തതുകൊണ്ട് മാത്രം. നമ്മളതൊരു ബ്ലാക്ക് മെയിലിംഗ് വകുപ്പിലാണ് ഇത് പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സിനിമ റിവ്യൂ തരാൻ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പെടുത്തിയിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ പല സിനിമാക്കാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ അവരടുത്ത് ഇവരിത് അറിയാതെ കാശ് കൊടുക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ അവർ അറിയാതെ അവർ ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യാൻ, ഹായ് ഞാൻ ഇന്ന ആളാണ്, എൻ്റെ സിനിമ എല്ലാവരും പോയി കാണുമെന്ന് അവരെ ഗ്രൂപ്പിൽ സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞങ്ങളേത് വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ വിളിക്കുന്നത് തന്നെ അവർക്കറിയില്ല. അവർ ചോദിച്ചാൽ അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാനാണ്, പക്ഷേ ഇതിനിടയിലുള്ള കളികളൊന്നും അവർക്കറിയില്ല. അപ്പം ഇനിയുള്ള സിനിമാക്കാർ അതിൻ്റെ പുറകെ പോകാതിരിക്കാനും കൂടിയാണ് നമ്മളത് പ്രസ് മീറ്റിൽ തന്നെ അത് പറയുന്നത് വെച്ചത്. ഇനി ഇങ്ങനൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ അസോസിയേഷൻസ് സിനിമയായിട്ട് ബന്ധപ്പെട്ട ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സും തീരുമാനിച്ചിട്ട് അവർ നടപടികൾ എടുക്കാന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കേസൊക്കെ ഇനി അവർ ഡീൽ ചെയ്യുന്നതാണ്. ഒരാളല്ല, ആ ബിജിത്ത് വിജയൻ്റെ കീഴിലുണ്ടാകുന്ന അയാളുടെ സുഹൃത്ത് വരെയായിട്ടുള്ള 10-50 പേരുണ്ടാവും. അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മോഡറേറ്റേഴ്സ്, അവർക്ക് തന്നെ പല ഫേക്ക് ഐഡീസ്. അപ്പോൾ ഈ പലരുടെയും ഫേക്ക് ഐഡീസിൻ്റെ ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല, പല നടന്മാരെ കുറിച്ചും അഭിനേതാക്കളെ കുറിച്ചും ഒക്കെ നമ്മൾ പൊളിറ്റീഷ്യനെ കുറിച്ച് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ വൃത്തിയായിട്ട ഭാഷയിൽ സംസാരിക്കുക, അവരെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ വിചാരം ശരിക്കും ഇത് പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ 2025 ജീവിക്കുന്നത് അവർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം അത് പിടിക്കാൻ ഭയങ്കര ഈസിയാണ്. ഇല്ല, ഇനി അത് ഉണ്ടാവുന്നില്ലെന്ന് ബി രാകേഷ് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. കാര്യം അതാ ഞാൻ പറഞ്ഞില്ല, ഇത് അവർക്ക് അറിയില്ല ഇത് എന്താന്ന്. ഇനി നമുക്കെതിരെ ഹേറ്റ് വരുന്നുള്ളൂ. നാളെ മുതൽ എനിക്ക് സൈബർ ആക്രമണം ഉറപ്പാണല്ലോ. ഇപ്പം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനത് നേരിടാൻ റെഡിയാണ്. പക്ഷെ പലരും അത് റെഡിയല്ല. അപ്പോൾ എനിക്കതിന് ഇനി പല ആരോപണങ്ങളും കൊണ്ടുവരാം, പലതും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇത് ഫേസ് ചെയ്യാൻ പേടിയുള്ളവർ ചിലപ്പോൾ അത് ഇതിനുവേണ്ടി ഇറങ്ങില്ല. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു സമയം മാറ്റി വയ്ക്കണം. നമ്മൾ കഥ എഴുതാനും അത് സിനിമയാക്കാനും അതിനൊരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാനും തിയേറ്ററിലെത്തിക്കാനും ഓടുന്നതിനിടയിൽ നമ്മൾ ഇതുപോലത്തുള്ള വൈറസുകൾ നമ്മൾ നേരിടണമെന്ന് കൂടെ പറഞ്ഞാൽ നോക്കണമായില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഒരാളെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് മാത്രം പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അസോസിയേഷൻ സമീപിച്ചത്. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് തരികയും അവർ ഓൾറെഡി ഇത് കുറച്ച് ദിവസമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ അവർക്ക് ജെന്യുവിനായിട്ട് ഒരു ഫ്രണ്ടിൽ നിൽക്കാൻ ഒരു IP ഹോൾഡറുള്ള ഒരു പ്രൊഡ്യൂസർ വേണമെന്ന് പറയും, അത് ഞാൻ തരാമെന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് ഇത് കേസാവുന്നത്. അപ്പം അത് അവരെ പേജിൽ നിന്നും അവരെ ഫേക്ക് ഐഡീസിൽ നിന്നും അവരെ പ്രൊഫൈലുകളിൽ നിന്നും യൂട്യൂബിലോട്ടും ഫേസ്ബുക്കിലോട്ടും ഇത് എല്ലാ നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷൻസിലോ ഇനി വേറെ സിനിമയായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ പോയൊരു നല്ല സിനിമയാണെന്ന് എഴുതിയാലോ അതിൻ്റെ അടിയിൽ പോയിട്ട് അവർ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഈ ഫേക്ക് ഐഡീസ് കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടിയൊരു കാലഘട്ടത്തിലാണ് ഇരിക്കുക. അപ്പോൾ അവരെയും നമ്മളൊരു 10-100 ഫേക്ക് ഐഡീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ സാറോട് സംസാരിച്ച് നമ്മൾ അവരെയൊക്കെ അതിൻ്റെ ഒറിജിനൽ ഐഡീസിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് അത് പലരെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു സിനിമയെ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ ഒരു അനാവശ്യ പ്രൊമോഷൻ പരിപാടികൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് അസോസിയേഷൻ തീരുമാനിച്ചു. അംഗീകൃതമായ ആളുകൾ കൂടെ മാത്രമേ പ്രൊമോഷൻ ആക്ടിവിറ്റികൾ നടക്കാവൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം സമീപകാലത്ത് തന്നെ ഒരു 4 പ്രമുഖ ചിത്രങ്ങൾക്ക് ഇത്തരം ആരോപണങ്ങൾ പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ അതിന്റെ അണിയറപ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെയൊക്കെ ആശ്രയിച്ച് പോകുന്നത് അത് ആ നയം നടപ്പിലാക്കിയിട്ടില്ല എന്നേ പറഞ്ഞു.
അതെ, നമ്മൾ ആശ്രയിച്ചിട്ടില്ലല്ലോ ആ ഗ്രൂപ്പിനെ ആശ്രയിച്ചിട്ടല്ല. ഇത് ഗ്രൂപ്പ് വെളിയിലുള്ള ആൾക്കാരാണ്. ഇത് അതാ പറയുന്നത്, ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ള ആൾക്കാരുണ്ടാവില്ലല്ലോ പലരും. ഈ ഒരു കാര്യത്തില് അവർക്ക് ആരെങ്കിലും കാശ് കൊടുത്ത് ചെയ്യിക്കുന്നു എന്നുള്ള ഒരു ആരോപണമേ നമുക്കില്ല. അല്ല, അതാ പറയുന്നത്, ചിലപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പം അത് ഇനി അതിനു വേണ്ടിയുള്ള ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ അത് അവർ തമ്മിൽ സംസാരിച്ച് ഇനി ഇത് ചെയ്യേണ്ടെന്നൊരു നയം ഒന്നുകൂടി രൂപീകരിക്കേണ്ട ആവശ്യം വരുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ അസോസിയേഷനേക്കാൾ പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉള്ളവർ നമ്മൾ പറഞ്ഞ ചിലപ്പോൾ കേൾക്കുമായിരിക്കും, അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. പക്ഷെ ഈ പുറത്തുള്ള ഏതൊരാൾക്കും മൊബൈലുള്ള ഒരാൾക്കും ഇടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പം അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഹത്യകൾ ഉണ്ടാവാതിരിക്കാനും ഈ പറഞ്ഞ നമ്മുടെ പ്രോഡക്റ്റ് ഹത്യ ചെയ്യാതിരിക്കാനുള്ള പരിപാടികൾ നമ്മളത് മനഃപൂർവ്വമായി, അതായത് നിങ്ങൾക്ക് സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളത് കാശിന് വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്തതിനു ശേഷം ചെയ്യുന്നൊരു സാധനത്തിലോട്ട്, അതാണ് ആ പ്രൂഫ്, അത് കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പോയി കാര്യങ്ങൾ. നേരിട്ട് വിളിച്ചിട്ട് കാശ് ചോദിക്കുകയും ഇല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സ്ഥലത്തോട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ അറിയാലോ, അവർ പ്രവൃത്തിയാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തി എന്നുള്ള വളരെ വലിയൊരു സംഭവമായിട്ട് കാണുന്നത് എല്ലാവരും, ചുറ്റുമുള്ള എല്ലാവരും കാണുന്നത്, എല്ലാ സിനിമാ പ്രവർത്തകരും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ സാറ് പ്രസ് മീറ്റിൽ ഇത് പറയാനും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷനും ഇതൊക്കെ നമ്മളൊരു കേസിലോട്ട് മുന്നോട്ട് പോകാനും, ഇത് പ്രസ് മീറ്റിൽ പേരെടുത്ത് പറഞ്ഞത് മറ്റു പലർക്കും അതൊരു അപമാനപ്പെടാതിരിക്കാനും പ്ലസ് ഇനി ബാക്കിയുള്ളവർ അവരുടെ പുറകെ പോകാതിരിക്കാനും വേണ്ടിയാണ് ഇത് പബ്ലിക്കലി പറയുന്നത്. അല്ല, ഈ ഒരാളും അയാൾ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഇനി പോലീസിൻ്റെ ജോലിയാണ്. നമുക്ക് നമ്മുടെ കോടതിയിലും പോലീസിലും ഇരിക്കുന്നത്. അപ്പോൾ അത് അവരാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, എന്തൊക്കെയാണ് അവർ നടത്തുന്നത്, അവർ കണ്ടുപിടിച്ചോളും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പം സൈബർ സെല്ല് വഴിയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ അത് ഒരുപാട് സമയമെടുക്കും, നമുക്കൊരു മാസങ്ങളെടുക്കും. അപ്പോൾ അതിന് നമ്മൾ പ്രൈവറ്റ് ഏജൻസികളെ പുറത്തുനിന്ന് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരു പ്രൊഫൈൽ പോലീസ് കൈമാറി കൊടുത്താലും സെയിം എന്താ പറയുക റിസൾട്ട് തന്നെയുണ്ട്. അപ്പോൾ അത് അവർ ചെയ്തോളൂ. പാലാരിവട്ടം സ്റ്റേഷനാണ്. ദി സിനിഫൈ. അത് അതിലുള്ള സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അവർക്കതറിയില്ല, അവര് കാശുണ്ടാക്കുകയാണ്. ആ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് അതില് റിവ്യൂ എഴുതിയിടുകയാണ്, ഗംഭീര സിനിമയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിടുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങളെയൊക്കെ വിളിച്ച് ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അതിനൊന്നും അപ്രൂവൽ കൊടുക്കുന്നില്ല. പക്ഷേ ഇതിൽ വരുന്നതെല്ലാം ഭയങ്കര നെഗറ്റീവായിട്ട് ഉള്ള സംഗതിയാണ് വരുന്നത്. ഈ സിനിമ കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകന് തോന്നാത്ത കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അതിന് മുന്നേ തന്നെ ഈ പറഞ്ഞ പോലെ സമീപിച്ചിട്ടുണ്ട് അവരിങ്ങനെ. അവർക്കെതിരെ വേറെ കേസുകൾ നിലവിലുണ്ട്. ഈ ഫേക്ക് ഐ ഡി, സ്ത്രീകളുടെ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചിട്ട് പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യും, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ വേറെ പല കേസുകൾ പല സ്റ്റേഷനിൽ നിലവിലുണ്ട്. ശരിക്കും സിനിമയെ സ്നേഹിക്കുന്ന വലിയൊരു കൂട്ടം പേരെ വച്ചിട്ട് അവരറിയാതെ അവരെ വെച്ചിട്ടാണ് ഇവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്. അവർ ഈ കാശ് ചോദിക്കാൻ കാര്യം ഈ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ അതൊന്നും അറിയാതെ സിനിമയിലേക്ക് വരാം. അതെ, വാഴ 2 മഴയാണ്, ഷൂട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 20 ആകുമ്പോൾ തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. വ്യസന സമേതം സിനിമയിലെ കഥാപാത്രങ്ങൾ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ അടുത്ത കഥാപാത്രങ്ങളൊക്കെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ളവരുള്ള സംഗതികൾ തന്നെയാണ്. ഞാൻ എൻ്റെ നാട്ടിൽ ജീവിച്ച ജീവിതം കണ്ട ആൾക്കാർ അതൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. പിന്നെ പറയാം, ഇല്ല, എഴുതുന്ന സമയത്ത് ആരെയും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം ജോമോൻ എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് ഷോപ്പിൽ നിന്നൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ, ആദ്യം എഴുത്തിലല്ലെങ്കിലും പിന്നീടുള്ള ഘട്ടത്തിലൊക്കെ ഞാൻ ജോമോനെ ആ ക്യാരക്ടറായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. സിജുവിൻ്റെ കാര്യത്തിലേക്കും മനശ്വരയുടെ ഇതിലേക്കും ഒക്കെ എത്തുന്നത് WBT's പ്രൊഡക്ഷനിലേക്ക് എത്തിയതിനു ശേഷമാണ്. സോഷ്യൽ മീഡിയയിൽ അറിയാവുന്നതാണ്, പിന്നീട് സിനിമയിൽ ചെറിയ സിനിമകളിൽ വന്നു, ഇപ്പോൾ തിരക്കുള്ള നടനായി മാറി. എങ്ങനെയാണ് പുതിയ പ്രൊജക്റ്റുകളും കാര്യങ്ങളും? ജോൺ പോൾ ജോർജിന്റെ
പുള്ളിയുടെ അടുത്ത പടം. ടൈറ്റിലൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല, അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞായിരിക്കും കുറച്ചുകൂടെ